ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്ന് നമുക്ക് അക്വേറിയം ക്ലീനിങ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് അക്വേറിയം ഒന്നും നോക്കാതെ കൂടെ ഒരു പരുവായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം നമ്മൾ അതൊന്ന് പൊടിത്തിട്ട് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് അത്യാവശ്യം മീനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, മീനുകളെല്ലാം ചത്തുപോയുണ്ടായി. പിന്നെ അതിലോട്ട് ആഗ്രഹത്തോടെ വാങ്ങിച്ചിട്ട മീനുകൾ ചത്തുപോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവുമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പിന്നെ കുറേ ഗപ്പീസിനെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 3-4 ഗപ്പീസിനെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ആകെ കൂടെ പൊടി പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഒരു വൈറ്റ് കളർ, ആ ഗ്ലാസ്സിലെല്ലാം ഒരു വൈറ്റ് കളർ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളത് സോഡാപ്പൊടിയും നാരങ്ങ നീരും കൂടെ വെച്ച് അകത്ത് കഴുകിയില്ല കേട്ടോ, പുറത്ത് മാത്രം ഒന്ന് കഴുകി നന്നായിട്ട് കഴുകി കൊടുത്തു. പക്ഷേ അത് കഴുകുമ്പം മാത്രം ആ വൈറ്റ് കളർ ഒന്ന് മങ്ങും, പിന്നെ ആ വൈറ്റ് കളർ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്നേക്കണേ ആരെങ്കിലും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അക്വേറിയത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അടിയിൽ ആറ്റുമണലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മേളിൽ നമ്മൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടികളെല്ലാം തന്നെ പോയി. ഇനി നമുക്ക് അതിൽ ബാക്കി നിൽക്കുന്ന വെള്ളം കൂടെ ഒന്ന് മാറ്റിക്കളയണം. അത് കഴിഞ്ഞിട്ട് ഈ മണലൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ ഓൾറെഡി അതിനകത്ത് ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അഴുക്കൊന്നുമില്ല. എങ്കിലും നമ്മൾ എല്ലാം വൃത്തിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ആദ്യം മുതൽ ഒന്ന് വൃത്തിയാക്കി ചെയ്യാമെന്ന് കരുതി. മാത്രമല്ല, ആ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറ്റ് കളർ സംഭവം ഉണ്ടല്ലോ, അത് ഒന്നും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് കഴുകിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അകത്തൂടെ കഴുകിയാൽ പോകുമെന്ന് കരുതി. അപ്പം നമ്മൾ അതിൽ ആ മണൽ വെച്ച് ആ മണലിലൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നാരങ്ങ നീരൊക്കെ മീനിന് കേടാവില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ആ മണലെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ നാരങ്ങ നീര് വെച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മണലെല്ലാം തന്നെ വാരി മാറ്റണം. കുറച്ചധികം ജോലിയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അലങ്കാര വസ്തുക്കളൊക്കെ കുറേ അതിനകത്ത് വാരിയിട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഗോലിയും അല്ലാത്ത കല്ലുകളും കുറേ പ്ലാസ്റ്റിക് ചെടികളും പിന്നെ ഇപ്പോൾ മിസ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സാധനം ഒക്കെ നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു. അതിനകത്തൊക്കെ ഏകദേശം മണലൊക്കെ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കണം. എനിക്കിതൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഞാനും അനിയത്തിയും കൂടാണ് ചെയ്യുന്നത്. അക്വേറിയത്തിലിടുന്ന സാൻഡ് നമ്മൾ ഇട്ട് സെറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെയും അത് നല്ല കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ആറ്റുമണൽ തിരഞ്ഞെടുത്തു. പക്ഷേ ആറ്റുമണൽ നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മൾ കല്ലായിരുന്നു ഇട്ടിരുന്നത്. റെഡ് കളറും ബ്ലാക്ക് കളറും കൂടെ കോമ്പിനേഷനിൽ വരുന്ന കല്ല് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പഴയ പിക്കുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കാണിച്ചേക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം ഈ ആറ്റുമണൽ തന്നെ ഇടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഗോലിയും കല്ലുകളും എല്ലാം ഒന്ന് പറക്കി മാറ്റി ഈ മണലും കൂടെ എടുത്ത് മാറ്റിയിട്ട് വരാവേ. അതിനകത്ത് ഇരുന്നത് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ദേ ഈ അവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതെല്ലാം കൂടെ ആ മണലും എല്ലാം കൂടെ ഒഴിച്ച് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളം നമ്മൾ ഊറ്റിക്കളയുമ്പോൾ അതങ്ങ് പൊക്കോളുമല്ലോ. അപ്പം അതിന് ശേഷം നമ്മളത് വാരി വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെയും രണ്ടാമതൊന്നുകൂടെ കഴുകി കൊടുത്തത്.
നന്നായിട്ട് അക്വേറിയം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഈ വൈറ്റ് കളറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര തേച്ച് ഉരച്ച് കഴുകിയിട്ടും അത് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ അത് പോറൽ വീഴുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം അതിൽ പ്രസ് ചെയ്ത് തേക്കാനും പോയില്ല. ആ സ്പോഞ്ച് വെച്ച് തന്നെ, ഫിൽറ്ററിനകത്തൊരു സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ച് വെച്ച് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കഴുകി കൊടുത്തത്. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു ബേക്കിംഗ് സോഡയും ലൈമും കൂടെ ഇട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പോകുമെന്ന് കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ അത് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പം മണൽ ഓൾറെഡി മാറ്റണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് മണൽ മാറ്റിയേ പറ്റൂ. അങ്ങനെ നമ്മൾ കുറേശ്ശെ മണലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊരു ബക്കറ്റിലേക്ക് ഇട്ട് നമ്മൾ പിന്നെ കഴുകി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ദേ അക്വേറിയം ഒക്കെ ഒരുവിധം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ലൈമൊക്കെ വെച്ച് റബ്ബ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അതുപോലെ തന്നെ വന്നു കേട്ടോ. ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ദേ മണൽ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ പോലെ തന്നെ മണൽ അക്വേറിയത്തിലേക്ക് വാരിയിടാം. അപ്പോൾ ഇച്ചിരി പാടുള്ള പണി ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്തില്ലേ പറ്റത്തില്ല. ഫോൺ പിടിച്ചുകൊണ്ട് നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അടിയുണ്ടായി. അപ്പോൾ പിന്നെ ഫോൺ താത്ത് വെച്ചു. അതുകൊണ്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ ബാക്കിയൊന്നും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഒരുവിധം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കുറേ മീനെ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-12 മീനോളം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കല്ലൊക്കെ പറക്കി അതുപോലെ തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ആ പിമി സ്റ്റോണിൻ്റെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചെടിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒറിജിനൽ പ്ലാന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും സംഭവം കളറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. എനിക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.